നമസ്കാരം. കഴിഞ്ഞ സെപ്റ്റംബറിൽ ലോക്സഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ഒരു പ്രസംഗത്തിൽ തമിഴ്നാട് അതിർത്തിയിലുള്ള ശ്രീലങ്കയുടെ കൈവശമിരിക്കുന്ന കച്ചത്തീവ് കൈവിട്ടത് മുൻകാല ഭരണകൂടത്തിന്റെ വീഴ്ചയാണ് എന്ന് സൂചിപ്പിച്ചിരുന്നു. അത്തരമൊരു സൂചന നൽകാൻ കാരണം തമിഴ്നാട് ഭരിക്കുന്ന DMK സർക്കാർ കൂടെ കേന്ദ്ര സർക്കാരിന് കത്തയക്കുന്നു. ഈ കച്ചത്തീവ് തിരിച്ചു പിടിക്കണം. കച്ചത്തീവ് നഷ്ടപ്പെടുത്തിയ 1974 ഇന്ത്യ ഗവൺമെന്റിന്റെ ഇൻഡോ ശ്രീലങ്ക മറൈൻ എഗ്രിമെന്റ് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുള്ള കത്തുമൂലമാണ്. തമിഴ്നാട്ടിലെ പ്രസ്താവന ചെറിയ തോതിൽ ചർച്ചയായെങ്കിലും പിന്നീട് അതിന് വലിയ ഗൗരവമുണ്ടായില്ല. എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ തമിഴ് രാഷ്ട്രീയത്തിൽ ഏറ്റവും അധികം ചർച്ചയാവുന്നത് കച്ചത്തീവാണ്. കാരണം തമിഴരുടെ ഒരു പൊതുവികാരമാണ് കച്ചത്തീവ് ദ്വീപ് ഇന്ത്യക്ക് സ്വന്തമായി കിട്ടണം. കാരണം മത്സ്യത്തൊഴിലാളികളായ തമിഴ്നാട്ടുകാർ പലപ്പോഴും ഈ കച്ചത്തീവ് ദ്വീപിൽ പോയി കുടുങ്ങിപ്പോകുന്നു. നൂറുകണക്കിന് ആളുകളെ പലപ്പോഴും ശ്രീലങ്കൻ നാവികസേന കൊണ്ടുപോകുന്നു. അത് പിന്നെ ചർച്ചകളൊക്കെ നടത്തി അവർ തിരിച്ചുവിടേണ്ടി വരുന്നു മാസങ്ങൾക്ക് ശേഷം. കച്ചത്തീവ് ദ്വീപവും ആ പരിസര പ്രദേശത്ത് എത്തുന്നവർ ശ്രീലങ്കയുടെ സമുദ്രാതിർത്തി കടന്നു എന്ന തരത്തിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ കച്ചത്തീവ് ദ്വീപിന്റെ അവകാശം വീണ്ടും ചർച്ചയാവുകയാണ്. ഈ ചർച്ച തുടങ്ങി വെച്ചത് തമിഴ്നാടിന്റെ BJP പ്രസിഡന്റ് കോയമ്പത്തൂരിലെ സ്ഥാനാർത്ഥിയുമായ അണ്ണാമലൈയാണ്. അണ്ണാമലൈ മാർച്ച് മാസം 5-ാം തീയതി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന് ഒരു വിവരാവകാശ അപേക്ഷ കൊടുക്കുന്നു. കൃത്യം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അണ്ണാമലയുടെ വിവരാവകാശ അപേക്ഷയിൽ വിശദമായ മറുപടി വിദേശകാര്യ മന്ത്രാലയം കൊടുക്കുന്നു. ഈ മറുപടിയിൽ അവർ പറയുന്നത് കോൺഗ്രസ് സർക്കാർ, ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ കോൺഗ്രസ് സർക്കാർ വരുത്തിയ വീഴ്ചയാണ് ഈ കച്ചത്തീവ് നഷ്ടപ്പെടാൻ കാരണമായതെന്നാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ടൈംസ് ഓഫ് ഇന്ത്യയിൽ വാർത്ത വരുന്നു. ഈ വാർത്ത ട്വീറ്റ് ചെയ്തുകൊണ്ട് മോദി ഈ 2 ദിവസം മുമ്പ് രംഗത്ത് വരുന്നു. കോൺഗ്രസിന്റെ വീഴ്ച രാജ്യത്തിന്റെ ഒരു ഭാഗം നഷ്ടപ്പെടുത്തുന്നതിന് കാരണമായി എന്ന വാദം തമിഴ്നാട്ടിൽ വലിയ ചർച്ചയാകുന്നു. കോൺഗ്രസ് തിരിച്ചടിയുമായി രംഗത്ത് വരുന്നു. 2015 വിദേശകാര്യ സെക്രട്ടറി ആയിരുന്ന ജയശങ്കർ ഇപ്പോൾ വിദേശകാര്യ മന്ത്രിയാണ്. അന്ന് വിദേശകാര്യ വകുപ്പ് മോദിയാണ് പ്രധാനമന്ത്രി. ഇപ്പോഴത്തെ വിദേശകാര്യമന്ത്രിയായ ജയശങ്കറാണ് വിദേശകാര്യ സെക്രട്ടറി. അന്ന് വിദേശകാര്യ വകുപ്പ് പുറത്തുവിട്ട ഒരു മറുപടി, ലോക്സഭയിൽ ഇത് സംബന്ധിച്ച ഒരു ചോദ്യമുണ്ടായപ്പോൾ പുറത്തുവിട്ട ഒരു മറുപടിയിൽ പറയുന്നത്, ആരും ഭൂമി വിട്ടുകൊടുത്തിട്ടുമില്ല, ആരും ഭൂമി തിരിച്ചെടുത്തിട്ടുമില്ല, ഇത് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ഒരു മറൈൻ എഗ്രിമെന്റിന്റെ ഭാഗമായി സ്വാഭാവികമായി സംഭവിച്ചതാണ്. ഇത് പറഞ്ഞുകൊണ്ട് അന്ന് ഇങ്ങനെ നിലപാടെടുത്ത വിദേശകാര്യ വകുപ്പ്, അന്നത്തെ വിദേശകാര്യ സെക്രട്ടറി ഇന്ന് വിദേശകാര്യമന്ത്രിയാവുമ്പോൾ ഇത് മുതലെടുപ്പിന് വേണ്ടി നുണ പറയുന്നു. ഈ നുണയിൽ വീണു പോവരുത്. 2000 ചതുരശ്ര കിലോമീറ്റർ രാജ്യത്തിന്റെ ഭൂപ്രദേശം ഇപ്പോൾ ചൈനയുടെ കൈവശമാണ്. ആ വീഴ്ച മറച്ചു വയ്ക്കുന്നതിന് വേണ്ടി ഇങ്ങനെ ചെയ്യരുത് എന്ന് കോൺഗ്രസും പറയുന്നു. എന്താണ് കച്ചത്തീവ് പ്രശ്നം? എന്തുകൊണ്ടാണ് അതിപ്പോൾ ചർച്ചയാവുന്നത്? ഇത് ചർച്ചയാവാൻ 2 കാരണങ്ങളാണ് വിലയിരുത്തപ്പെടുന്നത്. ഒന്ന്, തമിഴ്നാട്ടിൽ നിന്നും കുറഞ്ഞത് 2 സീറ്റെങ്കിലും നേടുക എന്നത് BJPയുടെ പ്രഖ്യാപിത നയമാണ്. IPS വിട്ട് രംഗത്ത് വന്ന അണ്ണാമലയെ അവിടെ ഒരു താരമാക്കി മാറ്റാൻ BJPക്ക് കഴിഞ്ഞിട്ടുണ്ട്. തമിഴർ സ്വാഭാവികമായും BJPയുടെ ദേശീയതയ്ക്കെതിരാണ്. ദ്രവീഡിയൻ രാഷ്ട്രീയമാണ് തമിഴരുടേത്. അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷം ഹിന്ദുക്കളാണെങ്കിലും സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും അധികം ഹിന്ദു ജനതയുള്ളത് തമിഴരാണ്. അവർ സനാതന ധർമ്മത്തോട് യോജിച്ചു പോകുന്നവരല്ല. വളരെ ഗൗരവമേറിയ വിഷയമാണ്. അതുകൊണ്ടാണ് സനാതന ധർമ്മത്തെ പോലും അവർ തള്ളിപ്പറയുന്നത്. സനാതന ധർമ്മം എന്ന് പറയുന്നത് ഒരു വടക്കേ ഇന്ത്യൻ സങ്കല്പമാണെന്ന് ഇവർ വിശ്വസിക്കുന്നു. അങ്ങനെയല്ലേ ഭാരതത്തിന്റെ നാനാത്വത്തിൽ ഏകത്വത്തിന്റെ ഭാഗം തന്നെയാണ് സനാതന ധർമ്മമെന്നും അതിന് വടക്ക് തെക്ക് വ്യതിയാനമില്ലെന്നും BJP പറയാൻ ശ്രമിക്കുന്നു. അതിന്റെ ഭാഗമായി ചെന്തമിഴനായ അണ്ണാമലയെ കൊണ്ടുവന്ന് അണ്ണാമല ജാഥ നടത്തി, അണ്ണാമല ചെന്തമിഴിൽ സംസാരിച്ച്, അണ്ണാമല ഹിന്ദിയെ ചേർത്ത് പിടിക്കാതെ തമിഴരെ പതിയെ ദേശീയധാരയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. ആ തരംഗത്തിന്റെ പ്രതിഫലനമായി 2 സീറ്റ് കന്യാകുമാരിയിലും കോയമ്പത്തൂരും, കേരളത്തിന്റെ അതിർത്തിയിൽ കിടക്കുന്ന കമ്മ്യൂണിസ്റ്റ് സ്വാധീനമുള്ള 2 സീറ്റുകൾ സ്വന്തമാക്കും എന്ന ദൃഢനിശ്ചയത്തിലാണ് BJP. 2 പോരാ, 4 കിട്ടണം എന്നും കേന്ദ്ര നേതൃത്വത്തിന് താല്പര്യമുണ്ട്. അത്തരമൊരു നേട്ടമുണ്ടായാൽ തമിഴരുടെ മനസ്സിൽ വലിയ മാറ്റമുണ്ടാക്കാൻ കഴിയുമെന്ന് BJP വിചാരിക്കുന്നു. അതിനുള്ള ഒരുപാട് ശ്രമങ്ങൾ നടന്നു, ഒരുപാട് സന്ദർശനങ്ങൾ നടന്നു. അവിടെ ഒരു ഉറപ്പില്ലാത്തത് കൊണ്ട് തമിഴർക്ക് ഏറ്റവും വൈകാരികമായ ബന്ധമുള്ള കച്ചത്തീവ് ചർച്ചയാക്കാൻ ശ്രമിക്കുന്നു എന്നാണ് കോൺഗ്രസും DMKയും ഉയർത്തുന്ന ഒരാരോപണം. അതല്ല, ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയുടെ ഭൂപ്രദേശങ്ങൾ ചൈന കൈവശമാക്കിയതിനെ കുറിച്ച് വലിയ ചർച്ചയുണ്ടായേക്കുമെന്നും ആ ചർച്ചയെ മറികടക്കാൻ കോൺഗ്രസ് ഇതാ സ്വമേധയാ ഇന്ത്യയുടെ ഭൂമി വിട്ടുകൊടുത്തു എന്ന പ്രശ്നം വാദമായി ഉയർത്തുന്നു എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്.
അങ്ങനെ രണ്ട് വാദങ്ങൾ നിൽക്കുമ്പോഴും ഈ കച്ചത്തീവിൽ സംഭവിച്ചത് എന്താണ് എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. എൻ്റെ പ്രേക്ഷകരിൽ എത്ര പേർ രാമേശ്വരത്തും ധനുഷ്കോടിയിലും പോയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ പോയിട്ടുണ്ട്. ധനുഷ്കോടി എന്ന് പറയുന്ന ഒരു കടലിടുക്ക് പോലെ നീണ്ടു കിടക്കുന്ന ഒരു പ്രദേശമാണ്. നമുക്ക് ധനുഷ്കോടിയിൽ പോകുമ്പോൾ നമുക്ക് ശ്രീലങ്ക കാണാം. കാര്യം 23 കിലോമീറ്റർ ദൂരമുണ്ട് ശ്രീലങ്കയുടെ ഭാഗമായ തലൈമന്നാറിലേക്ക്. 23 കിലോമീറ്റർ ദൂരമുണ്ട്. എങ്കിൽ പോലും അവിടെ പോയി നിൽക്കുമ്പോൾ ഞാൻ ധനുഷ്കോടി പോയി നിന്നപ്പോൾ വെൽക്കം ടു ശ്രീലങ്ക എന്ന സന്ദേശം അന്ന് എൻ്റെ വോഡോഫോൺ മൊബൈലിലേക്ക് വന്നു. അത്ര സാമീപ്യം ഇവിടെ നമുക്ക് കാണാം. ഈ ശ്രീലങ്കൻ തമിഴ് പ്രശ്നം രൂക്ഷമായിരുന്നപ്പോൾ ഇവിടമായിരുന്നു ശ്രീലങ്കയുടെ ഏറ്റവും വലിയ തലവേദന. രാമേശ്വരത്തു നിന്ന് 23 കിലോമീറ്ററും ധനുഷ്കോടിയിൽ നിന്ന് 27 കിലോമീറ്ററും അകലെയുള്ള 1.5 ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തൃതിയുള്ള ആൾപ്പാർപ്പില്ലാത്ത ഒരു ദ്വീപാണ് കച്ചത്തീവ്. ഈ ദ്വീപിൽ ഒരു മനുഷ്യന് പോലും താമസിക്കുന്നില്ല. സെന്റ് ആന്റണീസ് പള്ളി അവിടെയുണ്ട്. അത് പണ്ടേ സ്ഥാപിക്കപ്പെട്ട പള്ളിയാണ്. ആ പള്ളിക്കപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല. ഈ പള്ളിയിലെ ചടങ്ങുകൾ ശ്രീലങ്കയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ആളെത്താറുണ്ട്. ഈ ഒരു ഭൂപ്രദേശം 17-ാം നൂറ്റാണ്ടിന് മുൻപ് ശ്രീലങ്കയുടെ കൈവശമുണ്ടായിരുന്നു. 17-ാം നൂറ്റാണ്ട് മുതൽ പിന്നീട് രാംനാട് എന്ന് പറയുന്ന തമിഴ് രാജ്യത്തിന്റെ ഭാഗമായിരുന്നു. ആർക്കും അതിൽ പ്രത്യേകിച്ച് താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഇന്ത്യയും സിലോണും ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്നപ്പോൾ ഇതേക്കുറിച്ച് തർക്കം രണ്ട് രാജ്യങ്ങളും ഉയർത്തിയിരുന്നില്ല. എന്നാൽ 1-ാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മനിയുടെ പടക്കപ്പൽ മദ്രാസ് തീരത്തെത്തുന്നു. മദ്രാസിന് നേരെയും ട്രിങ്കോമാലിക്ക് നേരെയും എംഡൻ എന്ന ഒരു ജർമ്മൻ കപ്പൽ ആക്രമണം നടത്തുന്നു. വാസ്തവത്തിൽ ബ്രിട്ടീഷുകാർക്ക് വലിയ സ്വാധീനമുള്ള ഒരു തരത്തിലും ജർമ്മനിക്കും സംഘത്തിനും എത്താൻ കഴിയാത്ത, സ്വാധീനിക്കാൻ കഴിയാത്ത ഇടമാണെങ്കിലും അവരവിടെ എത്തിയത് സഖ്യകക്ഷികളെ വല്ലാതെ ഞെട്ടിച്ചു. 1-ാം ലോകമഹായുദ്ധമാണ്. വാസ്തവത്തിൽ എംഡൻ എന്ന് പറയുന്ന കപ്പൽ വലിയ ആക്രമണം നടത്തിയതുകൊണ്ടാണ് യമണ്ടൻ എന്ന മലയാള പദം പോലും ഉണ്ടായത്. നമുക്കറിയാമല്ലോ, പലപ്പോഴും ക്ണാപ്പൻ എന്ന പദം ഉണ്ടായത് അങ്ങനെയാണ്. മലബാറിൽ കളക്ടറായിരുന്ന ക്ണാപ്പ് എന്ന് പറയുന്ന ഒരു സാഹിബിന്റെ പൊട്ടത്തരങ്ങളാണ് ക്ണാപ്പൻ എന്ന പ്രയോഗത്തിന് കാരണമായത്. അതുപോലെ തന്നെയാണ് എംഡന്റെ ആക്രമണമാണ് യമണ്ടൻ എന്ന വാക്കിന് കാരണമായത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഈ 1-ാം ലോകമഹായുദ്ധത്തിന് ശേഷം പ്രത്യേക ശ്രദ്ധ ബ്രിട്ടീഷ് ഭരണകൂടം ഈ പറയുന്ന കച്ചത്തീവിന് കൊടുക്കുന്നു. അവിടെ അവർ നാവിക പരിശീലനവും മറ്റും നിരീക്ഷണവും മറ്റും ഏർപ്പെടുത്തുന്നു. ഇതോടെ അത് ശ്രീലങ്കയുടെയാണോ ഇന്ത്യയുടെയാണോ എന്ന തർക്കമുണ്ടാവുന്നു. അന്ന് സിലോണാണ്. 1972 ശ്രീലങ്ക രൂപപ്പെടുന്നത്. ബ്രിട്ടന്റെ അധികാരത്തിൽപ്പെട്ട ഒരു പ്രവിശ്യയായിരുന്നു സിലോൺ. അങ്ങനെ തർക്കമുണ്ടായപ്പോൾ ബ്രിട്ടീഷുകാരുടെ മധ്യസ്ഥതയിൽ ചർച്ച നടത്തുകയും 17-ാം നൂറ്റാണ്ട് വരെ ഇത് ശ്രീലങ്കയുടെ ഭാഗമായതുകൊണ്ട് ശ്രീലങ്കയ്ക്ക് വിട്ടുകൊടുക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. ഈ തീരുമാനം ഉണ്ടാവുന്നത് 1921-22 കാലത്താണ്. അന്ന് ബ്രിട്ടീഷുകാരാണ് രാജ്യം ഭരിക്കുന്നത്. പിന്നീട് 2 പതിറ്റാണ്ട് കൂടി കഴിഞ്ഞാണ് ഇന്ത്യ ബ്രിട്ടനിൽ നിന്നും സ്വതന്ത്രനാവുന്നത്. അതിർത്തി തീരുമാനിക്കുന്ന കാര്യത്തിൽ നെഹ്റു എടുത്തൊരു നയം ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉണ്ടായിരുന്ന അതിർത്തികൾ അങ്ങനെ അംഗീകരിക്കുന്നതാണ്. ഇത് അംഗീകരിക്കാൻ ചൈന മടിച്ചതുകൊണ്ടാണ് നമ്മളും ചൈനയും തമ്മിൽ തർക്കമുള്ളത്. നമ്മൾ പാകിസ്ഥാനും തമ്മിലുള്ള തർക്കം പിന്നീട് രൂപപ്പെട്ടതാണ്. നമുക്കെല്ലാവർക്കും അറിയാം കശ്മീർ ഏത് രാജ്യത്ത് ചേരും എന്ന തർക്കമാണ് നമ്മൾ തമ്മിലുള്ള തർക്കം. പക്ഷേ ചൈന അന്നത്തെ പല അതിർത്തിയും അംഗീകരിക്കാത്തതുകൊണ്ട് ഇപ്പോഴും പ്രശ്നം തുടരുന്നു. ഇന്ത്യയുടെ നയം അന്നത്തെ അതിർത്തി അംഗീകരിക്കുന്നതാണ്. അതുകൊണ്ട് 21-22 കാലഘട്ടത്തിൽ ഈ കച്ചത്തീവ് ശ്രീലങ്കയ്ക്ക് വിട്ടുകൊടുക്കാനുള്ള തീരുമാനം ഇന്ത്യയും അംഗീകരിച്ചു. എന്നാൽ ഇത് സംബന്ധിച്ചുള്ള കരാറോ മറ്റ് ഔദ്യോഗികമായ നടപടിക്രമങ്ങളോ ഉണ്ടായേയില്ല. കാരണം കച്ചത്തീവ് ജനവാസമില്ലാത്തൊരു ചെറിയ സ്ഥലമായതുകൊണ്ട് ശ്രീലങ്ക വേണ്ട താല്പര്യം കാണിച്ചില്ല എന്ന് മാത്രമല്ല 1972 ശ്രീലങ്ക രൂപപ്പെടുന്നത് വരെ സിലോൺ ആയിരുന്നു. സിലോൺ ബ്രിട്ടീഷുകാരുടെ അധിനിവേശത്തിലായിരുന്നു. അതായത് ഇന്ത്യ സ്വതന്ത്രമായി പിന്നെയും ഏതാണ്ട് 1/4 നൂറ്റാണ്ടോളം സിലോണിന്റെ ഭരണം ബ്രിട്ടന്റെ കീഴിലായിരുന്നു. എന്നാൽ 72 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധമുണ്ടായപ്പോൾ അമേരിക്ക പാകിസ്ഥാനെ സഹായിച്ച് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ശ്രീലങ്കയ്ക്ക് അവിടെ പാക് വിമാനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കാനും മറ്റും അനുമതി കൊടുക്കേണ്ടി വന്നു. ഈ സാഹചര്യം വലിയ തർക്കമുണ്ടായി. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള പ്രശ്നത്തിന് വഴിതെളിക്കുമെന്നുണ്ടായി. പിന്നീട് യുദ്ധാനന്തരം ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ബന്ധം വഷളാവാതിരിക്കാൻ അല്ലെങ്കിൽ അവർ തമ്മിൽ ഐക്യത്തിൽ പോകാൻ പണ്ട് 1921-22 കാലഘട്ടത്തിൽ എടുത്തിരുന്ന തീരുമാനമനുസരിച്ചുള്ള കരാറിൽ ഇന്ദിരാഗാന്ധി ഒപ്പുവെക്കുകയായിരുന്നു. എന്നാൽ പഴയ തീരുമാനമാണ് ഇന്ദിരാഗാന്ധി നടപ്പിലാക്കിയത്. അത് ഇന്ത്യയുടെ നയമായിരുന്നു. എല്ലാ രാജ്യങ്ങളോടും എല്ലാ അതിർത്തികളോടുമുള്ള ഇന്ത്യയുടെ നയമായി ഇതാണ് അവർ നടപ്പിലാക്കിയത്. എന്നാൽ അവിടെ ഒരു പ്രശ്നമുള്ളത്, ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികൾക്ക് വിശ്രമിക്കാനുള്ള അവകാശം ഈ കരാറിലുണ്ടായിരുന്നു. അതിപ്പോൾ പാലിക്കപ്പെടുന്നില്ല. ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികൾ ആ പരിസര പ്രദേശത്ത് പോയാൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് അതിപ്പോൾ വിവാദമായിരിക്കും. ഒരുപക്ഷെ നാളെ അത് ശ്രീലങ്കയെ സോപ്പിട്ടോ അല്ലെങ്കിൽ ഭയപ്പെടുത്തിയോ ചൈന അധീശപ്പെടുത്തിയാൽ ഇന്ത്യക്ക് വലിയ തലവേദനയായി മാറാം. ഇത്തരം പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും ഇതിന് കോൺഗ്രസിന്റെ വഞ്ചനയും ചതിയുമായി ചിത്രീകരിക്കപ്പെടുന്നത് ഉചിതമല്ല. ഇതായിരുന്നില്ല മോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ പോലും അവരുടെ നിലപാട്. ഇപ്പോഴിതൊരു വിവാദമാക്കുന്നത്
ഉചിതമല്ല.